കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധം നാളെ നടക്കാനിരിക്കെ കേരള ഹൗസിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ ബാനർ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തെ തകർക്കരുത് എന്നാണ് ബാനറിൽ പറയുന്നത്. നാളത്തെ സമരത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കേരള ഹൗസിൽ ഇപ്പോഴുണ്ട്. കേന്ദ്രത്തിനെതിരായ കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധം ഇന്ന് ജന്തർ മന്ദറിലും നടക്കും. കേരള ഹൗസിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരും. അതേപോലെ ജന്തർ മന്ദറിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരും. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ, അവിടുത്തെ പ്രതിഷേധത്തിൻ്റെ കാര്യം പറയൂ ആദ്യം. ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, ഞാൻ ഈ നിൽക്കുന്നിടത്താണ് ഈ കർണാടകത്തിൻ്റെ പ്രതിഷേധം നടക്കാൻ പോകുന്നത്. കർണാടകത്തിൻ്റെ പ്രതിഷേധം നടക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെയായിരിക്കും നാളെ കേരളത്തിൻ്റെയും പ്രതിഷേധം നടക്കുക. നമുക്ക് ആ വേദിയൊക്കെ ഒന്ന് കാണാം എസ് കെ. ജന്തർ മന്ദർ കേരള ഹൗസിന് സമീപത്ത് തന്നെയുള്ള മേഖലയാണ് ജന്തർ മന്ദർ എന്ന് പറയുന്നത്. ഇവിടെ ഡൽഹിയിൽ സമരം നടത്താനായിട്ട് അനുവാദമുള്ള മേഖല ജന്തർ മന്ദറാണ്. അവിടെയാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും കർണാടകത്തിൻ്റെ പ്രതിഷേധം ഇവിടെ നടക്കുക. ഈ കർണാടകത്തിൻ്റെ പ്രതിഷേധ വേദിയിലെ മുദ്രാവാക്യം നമുക്കൊന്ന് നോക്കാം. ജസ്റ്റിസ് ഫോർ കർണാടക എന്നുള്ളതാണ്. ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, കേരളം പറയുന്ന ഒരു മുദ്രാവാക്യമാണ് അവർ രണ്ടാമത് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ടാക്സ് അവർ റൈറ്റ് എന്നുള്ളതാണ്. കേരളവും ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം ലഭിക്കുന്നില്ല, കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്നതടക്കമാണ് കേരളവും ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് സമാനമായിട്ടുള്ള ആവശ്യങ്ങളാണ് രണ്ട് സംസ്ഥാനങ്ങളും ഉയർത്തുന്നത്. 11 മണിയോടുകൂടി ഈ സമരം ആരംഭിക്കും. കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കും. കേരളത്തെ പോലെ ഈ അവിടെ ഉള്ള MP-മാരെ, BJP MP-മാരെ അടക്കമാണ് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷെ അവരൊന്നും ഇതിലേക്ക് പങ്കെടുക്കില്ല. ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, ഇന്ന് നടക്കുന്ന കർണാടകത്തിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയത്തിൽ കർണാടകത്തിൽ വേരുറപ്പിക്കാനായിട്ടുള്ള അഥവാ തിരിച്ചു വരാനായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റേത് പ്രധാനമായിട്ടും ഉള്ളത്. BJP-യെ സംബന്ധിച്ച് അവിടെ അവർ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയും ഈ രീതിയിൽ കേന്ദ്രം നൽകുന്ന തുക വിനിയോഗിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ നിർമ്മലാ സീതാരാമൻ സഭയിലടക്കം പറഞ്ഞത്. ആ വിധത്തിലാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുമ്പോൾ കേരളം ഇതേ വേദി തന്നെയാണ് നാളെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ കോൺഗ്രസ് ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും കോൺഗ്രസ് പറയുന്നത് അവർ ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കില്ല എന്നുള്ളതാണ്. കേന്ദ്ര വിരുദ്ധ സമരമാണ് നടക്കുന്നത് എന്നാണ്. CPM ഇതുകൊണ്ട് ഒരു രാഷ്ട്രീയം ലക്ഷ്യമിടുന്നുണ്ട്. അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ആ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് തങ്ങളാണ് എന്ന വാദം ഉന്നയിക്കാൻ കൂടിയാണ് CPM-ഉം LDF-ഉം തയ്യാറെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും അവർ നാളെ നടത്താനായിട്ട് ജന്തർ മന്ദറിൽ പോവുക. മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ നിരയായിരിക്കും നാളെ ഇവിടെ പങ്കെടുക്കുക. കേരളത്തെ സംബന്ധിച്ച് കേരളം ദീർഘകാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം, കടമെടുക്കാൻ പോലുമുള്ള അനുവാദം കേരളത്തിന് നൽകുന്നില്ല എന്നത് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരിക്കും ഈ ജന്തർ മന്ദറിൽ സമരം നടത്താനായിട്ട് പോകുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെ കൂടാതെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെ, ശരത് പവാർ അടക്കമുള്ള നേതാക്കന്മാർ, ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഒക്കെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു സമരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് കർണാടകത്തിൻ്റെ സമരം നടക്കുന്നതിനും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. 11 മണിയോടുകൂടിയായിരിക്കും ഈ സമരം ആരംഭിക്കുക. ഇന്നത്തേതിന് ശേഷം നാളെ കേരളത്തിൻ്റെ സമരവും നടക്കും. അങ്ങനെ ഒരു സമരത്തിൻ്റെ ഒരു വലിയ പരമ്പര, ഈ സമരങ്ങളുടെ പരമ്പരയ്ക്ക് വലിയ പരമ്പരകൾക്ക് സാക്ഷ്യം വഹിച്ച ജന്തർ മന്ദർ ഈ സംസ്ഥാനങ്ങളുടെ സമരത്തിന് തുടക്കമിടുകയാണ്. ഇതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കുന്ന ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളും ഇതേ മാതൃകയിൽ സമരത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ്. SK. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. ജന്തർ മന്ദറിനാണ് രാധാകൃഷ്ണൻ ചേർന്നത്. ഇനി കേരള ഹൗസിലേക്ക്. കേരളത്തിൻ്റെ പ്രതിഷേധം നാളെയാണ്. ഈ സമരപരിപാടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബൽറാം നെടുങ്ങാടി ചേരുന്നു കേരള ഹൗസിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. സമരത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തന്നെ പൂർത്തിയായിരിക്കുകയാണ്. കേരള ഹൗസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ സമരത്തിന്റെ സംഘാടനം. പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു, പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രി 11:30 കേരള ഹൗസിൽ എത്തിച്ചേർന്നത്. ഒപ്പം തന്നെ ഈ സമരത്തിനായി ഒരു പ്രത്യേക സംഘാടന സമിതി ഇടത് MP-മാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു. മറ്റ് മന്ത്രിമാർ, LDF നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം കേരള ഹൗസിലെ സംബന്ധിച്ചിടത്തോളം ഈ ബോർഡുകൾ ഉൾപ്പെടെ, ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുള്ള ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ പ്രതിഷേധം, കേരളത്തെ തകർക്കരുത്, അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ അവകാശ പോരാട്ടത്തിനായി കേരളം,
മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും സമരമുഖത്ത് എന്ന തരത്തിലുള്ള ബോർഡുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് സംഘടനകളാണ്, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ ഈ കേരള ഹൗസിന് പുറത്ത്, ഗേറ്റിന് പുറത്താണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാറുള്ളത് എങ്കിൽ വ്യത്യസ്തമായി, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംസ്ഥാനം തന്നെയാണ് സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ സമരത്തെ വലിയൊരു വിജയമാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. പങ്കാളിത്തം പരമാവധി ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ക്ഷണിച്ചതിന് ഒപ്പം തന്നെ രാഷ്ട്രീയമായ തലത്തിൽ മറ്റ് പ്രധാന ദേശീയ പാർട്ടികളെ, ദേശീയ തലത്തിലുള്ള മറ്റ് പാർട്ടികളെ എല്ലാം തന്നെ CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തിരുന്നു. RJD, ആം ആദ്മി പാർട്ടി അടക്കമുള്ള, സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ, ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ളവരെ ക്ഷണിച്ചത് സീതാറാം യെച്ചൂരി തന്നെ നേരിട്ടാണ്. ഇതിലൂടെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാർ, ഭഗവത് മാൻ, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെയും സാന്നിധ്യം ഈ സമരത്തിന് ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടി, RJD അടക്കമുള്ള പാർട്ടികളും സമരത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. അപ്പോഴും കോൺഗ്രസിന്റെ ഒരു പ്രാതിനിധ്യമാണ് ഉറപ്പാക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളതും ഒരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയായി BJP അടക്കം അത് ചിത്രീകരിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത് കോൺഗ്രസിൻ്റെതാണ്. ഈ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ് എന്ന പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ നടത്തിയിരിക്കുന്നത്. കൂടുതൽ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ഹൗസിലേക്ക് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. തകരില്ല കേരളം, തളരില്ല കേരളം, ഈ മുദ്രാവാക്യങ്ങളൊക്കെ കേരള ഹൗസിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു ഇടവേള. അതിനിടയിൽ ഒരു സുഹൃത്ത് ചോദിക്കുന്നു, ജോസഫിൻ ജോസഫ് ചോദിക്കുന്നു, താങ്കളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്തൊക്കെയാണ്? ചെമ്പാവരി ചോറും കാച്ചിയ മോരും.